രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് വണക്കത്തോടു കൂടിയാണ് സീറോ മലബാർ സഭയിൽ മെത്രാഭിഷേക കർമ്മം ആരംഭിക്കുന്നത്. രക്തസാക്ഷികളെ പോലെ രക്തം ചിന്തിയും ജീവൻ വെടിഞ്ഞും സത്യവിശ്വാസം സംരക്ഷിച്ചു കൊള്ളാമെന്ന പ്രഖ്യാപനമാണ് ഈ കർമ്മത്തിന്റെ അർത്ഥം. ഒരാൾ മെത്രാനായി അഭിഷിക്തനാകുന്നതോടെ അയാൾ സാർവത്രിക സഭയിലെ മെത്രാൻ സംഘത്തിലെ അംഗമായി. ഇതിനെയാണ് കൊളീഗ്യാലിറ്റി ഓഫ് ബിഷപ്സ് എന്ന് പറയുന്നത്. മെത്രാന് വ്യക്തി താല്പര്യങ്ങളില്ല, കുടുംബ താല്പര്യങ്ങളില്ല, പ്രാദേശിക താല്പര്യങ്ങളുമില്ല. ഒരാൾ മെത്രാനാകുന്നത് സ്ലീഹന്മാരുടെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പയോട് ചേർന്നും മറ്റു മെത്രാന്മാരോടൊപ്പവും ശ്ലൈഹിക ശുശ്രൂഷ നിർവഹിക്കാനാണ്. അത് വ്യക്തമാക്കാനാണ് സഭയിലെ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകൾ ചുംബിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് വിശ്വാസ പ്രഖ്യാപനമാണ് മെത്രാഭിഷേക കർമ്മത്തിൽ നടക്കുന്നത്. മദ്ബഹയുടെ മുമ്പിൽ മുട്ടുകുത്തി കാർമ്മികനും വിശ്വാസികളും സാക്ഷിയായി വിശുദ്ധ സുവിശേഷത്തിന്മേൽ വലതുകരം വെച്ച് സഭയുടെ സത്യവിശ്വാസം ഉറക്കെ ചൊല്ലുന്നു. ദീർഘമായ ഈ വിശ്വാസ പ്രഖ്യാപനത്തിലെ രണ്ടാം ഭാഗം ഇപ്രകാരമാണ്: വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും താൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോടോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി താൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിനോട് സഭാ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിധേയത്വം താൻ ഏറ്റുപറയുന്നു. സഭയുടെ സത്യവിശ്വാസം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഏറ്റുപറയുകയാണ് ഇവിടെ ചെയ്യുക. സഭയുടെ നിയതമായ അധികാരികളായ മാർപ്പാപ്പയും സിനഡും നൽകുന്ന പ്രബോധനത്തോട് വിശ്വാസപൂർവകമായ വിധേയത്വമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഒരു മെത്രാന്റെ വ്യക്തിപരമായ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ പ്രസക്തിയില്ല. മറിച്ച് മാർപ്പാപ്പയിലും മെത്രാൻ സംഘത്തിലും നിക്ഷിപ്തമായിരിക്കുന്ന ശ്ലൈഹിക അധികാരത്തോടും കൂട്ടായ്മയോടും ചേർന്ന് പോവുക എന്നതാണ് പ്രധാനം. അതോടൊപ്പം പ്രധാനമാണ് മാർപ്പാപ്പയോടും പാത്രിയാർക്കീസ് അഥവാ മേജർ ആർച്ച് ബിഷപ്പിനോടുമുള്ള വിധേയത്വം. ഈ വിധേയത്വം ശ്ലൈഹിക കൂട്ടായ്മയോടുള്ള വിധേയത്വം തന്നെയാണ്. അതാണ് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത്. മെത്രാനെ രൂപതയുടെ ശുശ്രൂഷ ചുമതല ഏൽപ്പിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയും ശ്രദ്ധേയമാണ്. അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോടെ നയിക്കുന്നതിനും രോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തുന്നതിനും വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും സത്യപ്രബോധനത്തിലേക്കും തിരിക്കുന്നതിനും അവരെ വിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിർത്തുന്നതിനും ഈ ദാസൻ ശക്തനാകട്ടെ. മെത്രാന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് ഇവിടെ ഓരോന്നോരോന്നായി വ്യക്തമാക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങയുടെ ജനത്തെ, ജനം കർത്താവിൻ്റെതാണെന്ന് വ്യക്തം. ശ്രദ്ധയോടെ നയിക്കുക എന്നതാണ് ഒന്നാമത്തേത്. നയിക്കുക എന്നാൽ മുമ്പിൽ നടക്കുക എന്നല്ല അർത്ഥം. അതാണ് ഇടയധർമ്മം. മുൻപിൽ വരാൻ സാധ്യതയുള്ള ശത്രുവിന്റെ ആക്രമണത്തെ തടുക്കുകയും ഒരു വേള ശത്രുവാൽ നിഗ്രഹിക്കപ്പെടാനുമുള്ള വിളിയാണത്. അവിടെ ഭയത്തിന് ഇടമില്ല. ജാഗ്രതയോടെ ഇടയധർമ്മം നിർവഹിക്കുക തന്നെ വേണം. വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് ആനയിക്കുക മെത്രാന്റെ മറ്റൊരു പ്രധാന കർത്തവ്യമാണിത്. സത്യവിശ്വാസത്തിൽ നിന്നും സഭാ കൂട്ടായ്മയിൽ നിന്നും വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് ആനയിക്കുക. ഈ പ്രവൃത്തിയും മുന്നിൽ നിന്ന് മാതൃകയാൽ നടത്തുക എന്നത് പ്രധാനമാണ്. എല്ലാവരെയും സത്യപ്രബോധത്തിലേക്ക് തിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട മെത്രാൻ ധർമ്മമാണിത്. തന്റെ ജനത്തെ പാടവത്തോടെ പഠിപ്പിക്കുക. എന്താണ് പഠിപ്പിക്കുക? സത്യവിശ്വാസവും സഭാ പ്രബോധനവും. സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിലേക്ക് എല്ലാവരെയും നയിക്കാൻ തക്കവിധം കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇനി കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി വിമതശീഷ്മ പരിഹരിക്കാനുള്ള പ്രത്യേക സീറോ മലബാർ സിനഡിന് 5 മെത്രാന്മാർ സമർപ്പിച്ച കത്ത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ഒന്ന് വിലയിരുത്തണം. ഈ 5 മെത്രാന്മാരും രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് വണങ്ങിയല്ലേ ഈ മെത്രാൻ സ്ഥാനം ഏറ്റെടുത്തത്? അതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് അവർ എന്തെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ? മെത്രാൻ സ്ഥാനത്തിന്റെ സാർവത്രിക മാനവും മെത്രാൻ പദവിയുടെ കൊളീഗ്യാലിറ്റിയും അവർക്ക് ധാരണയുണ്ടോ? തങ്ങളുടെ മെത്രാൻ പദവിയും അതിന്റെ ശ്രേഷ്ഠതയും എറണാകുളത്തെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് ഉപരിയാണ് എന്ന് എന്തേ ഇവർ തിരിച്ചറിയാത്തത്? മെത്രാൻ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇവർ നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യം ഇവർക്കുണ്ടോ? സഭ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യം നടപ്പിൽ വരുത്താൻ ഇവർ തടസ്സവാദം ഉന്നയിക്കുമ്പോൾ തങ്ങൾ നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തെ തള്ളിപ്പറയുകയല്ലേ ചെയ്യുന്നത്? മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടുമുള്ള വിധേയത്വം സിനഡിന്റെ കൂട്ടുത്തരവാദിത്വത്തോട് ചേർന്നാണ് എന്ന്
ഇവർ എന്തേ മനസ്സിലാക്കുന്നില്ല? ഇവർ കൂടി അംഗങ്ങളായിരിക്കുന്ന സിനഡിനോടും സിനഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള മേജർ ആർച്ച് ബിഷപ്പിനോടും സിനഡ് തീരുമാനം എത്രയും പെട്ടെന്ന് അംഗീകരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട മാർപ്പാപ്പയോടുമുള്ള അവിശ്വാസ പ്രഖ്യാപനം തന്നെയല്ലേ പ്രസ്തുത കത്ത്? ഇക്കാരണത്താൽ ഈ 5 മെത്രാന്മാർ തങ്ങളുടെ സ്ഥാനത്ത് തുടരാൻ അർഹരാണോ? കർത്താവിന്റെ ജനത്തെ ശ്രദ്ധയോടെ നയിക്കേണ്ടവർ ആരെയോ എന്തിനെയോ ഭയപ്പെട്ട് ജനത്തെ ശത്രുവിന്റെ കെണിയിലേക്ക് ഓടിച്ചു കയറ്റുന്ന കാഴ്ചയ്ക്ക് ഉദാഹരണമാണ് ഈ കത്ത്. പലരാലും വിവിധ സാഹചര്യത്താലും വഴിതെറ്റിപ്പോയ ധാരാളം വൈദികരും ഒരു കൂട്ടം വിശ്വാസികളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ അവരെ നേർവഴിക്ക് നയിക്കേണ്ട ഈ 5 മെത്രാന്മാർ തന്നെ തെറ്റായ വഴിയിലൂടെ അവരെ നയിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. എല്ലാവരെയും സത്യപ്രബോധനത്തിലേക്ക് തിരിക്കാൻ വിളിക്കപ്പെട്ട ഈ മെത്രാന്മാർക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ പോലും സത്യവിശ്വാസം പഠിപ്പിക്കാൻ സാധിച്ചില്ല എന്ന കുറ്റസമ്മതവും പ്രസ്തുത കത്തിലുണ്ട്. നിങ്ങൾ എന്താണ് ഇത്രയും നാൾ പൗരോഹിത്യ മെത്രാൻ ശുശ്രൂഷ കാലയളവിൽ ചെയ്തത്? ഒരു വിശ്വാസിയെങ്കിലും മുന്നിൽ നിന്ന് നയിക്കാനോ നേർവഴിക്ക് ആനയിക്കാനോ സത്യപ്രബോധനത്തിലേക്ക് തിരിക്കാനോ സാധിക്കാത്ത നിങ്ങൾ പിതാക്കന്മാർ എന്ന വിളിക്ക് അർഹരാണോ? 5 മെത്രാന്മാരുടെ കത്ത് ഒരു സൂചനയാണ്. ഇതുപോലെ മെത്രാൻ സ്ഥാനത്തോട് നീതി പുലർത്താത്ത മെത്രാന്മാർ നിങ്ങളുടെ അടുത്തും ഒപ്പവും ചുറ്റുമുണ്ട്. തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. തിരിച്ചറിവുകൾ പ്രവൃത്തിയിലേക്കും നയിക്കണം.